ജബ്ബാർ ഖുർആനിൽ കാണുന്ന മറ്റൊരു വൈരുദ്ധ്യം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങളുമായുള്ള ഖുർആൻ്റെ പരാമർശമാണ്. ഖുർആന് ഖലഖസ്സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം എന്നാണ് മൊത്തത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആകാശഭൂമികളെ അള്ളാഹു 6 ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു. ഇവിടെ യൗമ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന 24 മണിക്കൂർ എന്ന് പറയുന്ന ദിവസമല്ല എന്നുള്ളത് അല്പമൊക്കെ ചിന്താശേഷിയുള്ള ആർക്കും മനസ്സിലാകും. കാരണം ഈ ദിവസം 24 മണിക്കൂർ പറഞ്ഞത് ഭൂമിയിലെ സമയമാണ്. ഭൂമിയുടെ പുറത്ത് പോകുമ്പോൾ ഈ 24 മണിക്കൂറല്ല അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹു ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചതും ഒക്കെ അതിന് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ മനുഷ്യൻ ശ്രമിക്കേണ്ടതുണ്ട്. ഖുർആൻ വിരോധത്തിന് കുഴപ്പമൊന്നുമില്ല, അതൊരാൾക്ക് പ്രകടിപ്പിക്കാം. പക്ഷേ പറയുന്നതിൻ്റെ പൊരുളെന്താണെന്നുള്ള മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ജബ്ബാറിനെ പോലെ വലിയ അബദ്ധത്തിലാണ് ചെന്ന് ചാടുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പറയുന്നത് 6 ഘട്ടങ്ങളിലായിട്ട് ആണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ്. അതിൽ ജബ്ബാർ വൈരുദ്ധ്യമായിട്ട് പറയുന്ന സംഗതി സൂറത്ത് ഫുസ്സില. ആ ഫുസ്സിലയിലെ ഖുൽ ഇന്നക്കും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ. 2 ഘട്ടങ്ങളിലായിട്ട് ഭൂമിയെ സൃഷ്ടിച്ചവനെയാണോ നിങ്ങൾ നിഷേധിച്ചു കളയുന്നത്? വതജഅലൂന ലഹു അന്താദ, നിങ്ങൾ അവന് പങ്കാളികളെ സ്ഥാപിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ സങ്കല്പിക്കുകയും ചെയ്യുന്നു. ദാലിക റബ്ബുൽ ആലമീൻ, ഈ ഭൂമിയെ 2 ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ച അവനാണ് ലോകത്തിൻ്റെ തന്നെ റബ്ബ്. അപ്പോൾ ഈ റബ്ബിനെ നിഷേധിച്ചുകൊണ്ടാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ റബ്ബിന് പങ്കാളികളെ സ്ഥാപിക്കുന്നത് എന്നാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. എന്നിട്ട് വജഅല ഫീഹ റവാസിയ മിൻ ഫൗഖിഹ വബാറക ഫീഹ വഖദ്ദറ ഫീഹ അഖ്വാതഹ ഫി 4 അയ്യാമിൻ സവാഅൻ ലിസ്സായിലീൻ. ഇവിടെയാണ് ജബ്ബാർ പിടികൂടിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞാൽ എന്താണ്? വജഅല ഫീഹ, ആ ഭൂമിയിൽ അള്ളാഹു റവാസി, പർവ്വതങ്ങളെ സ്ഥാപിച്ചു. മിൻ ഫൗഖിഹ, അതിൻ്റെ ഉപരിഭാഗത്ത്. വബാറക ഫീഹ, അതിലവൻ നന്മ ചൊരിഞ്ഞു. വഖദ്ദറ ഫീഹ അഖ്വാതഹ, ആ ഭൂമിയിൽ അതിൻ്റെ കൂത്ത്, അതായത് മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, അതിൻ്റെ നിർണയം നടത്തി. അപ്പോൾ ഈ ഭൂമിയെയും ഈ പറഞ്ഞിട്ടുള്ള നിർണയവും ഒക്കെ നടത്തുന്നത് ഫി 4 അയ്യാം, 4 ദിവസങ്ങളിലായിട്ടാണ് ഇതാ. അപ്പോൾ ഈ 4 ദിവസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള ഈ സംഗതി ഇവിടെ ജബ്ബാർ യഥാർത്ഥത്തിൽ ചെയ്യണത് ആദ്യത്തെ 2ഉം പിന്നത്തെ 4ഉം ഒന്ന് കൂട്ടുകയാണ് ചെയ്യണത്. 4ഉം 2ഉം 6 എന്നല്ല പറയാം, അത് സംഗതി ശരിയാണ്. ഖുർആൻ ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് എന്താണ്? ഭൂമിയുടെ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്, ആ സൃഷ്ടിപ്പിൽ ഭൂമിയെ സംവിധാനിച്ചു, ഭൂമിയെ ക്രമീകരിച്ചു, ഭൂമിയെ ഭൂമിയാക്കിയിട്ട് മാറ്റി, എന്നിട്ട് അതിൽ ഈ മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കുമൊക്കെ ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി തുടങ്ങിയുള്ള ഈ എല്ലാ സംഗതിയും നടന്നിട്ടുള്ളത് 4 ദിവസങ്ങളിലായിട്ടാണെന്നാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. അതാദ്യം 2 ദിവസം പറഞ്ഞു, പിന്നെ 2 ദിവസത്തോട് കൂട്ടി അത് മൊത്തത്തിൽ 4 ദിവസം എന്നാണ് അവസാനം പറഞ്ഞിട്ടുള്ളത്. ജബ്ബാർ ഈ 4 ദിവസം എന്നതിനെ മറ്റേ ആദ്യം പറഞ്ഞ 2 ദിവസം ഇതിനോട് കൂട്ടിച്ചേർത്ത് 6 ദിവസമാക്കുക ചെയ്യണത്. യഥാർത്ഥത്തിൽ അങ്ങനല്ല ഖുർആൻ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഖുർആൻ അവിടെ പറയുന്നത് ഭൂമിയെ സൃഷ്ടിക്കുക എന്നുള്ളത് 2 ദിവസം കൊണ്ടാണ് ഭൂമിയുടെ സംവിധാനം നടക്കുന്നത്. പിന്നെ ഭൂമിയിലുള്ള ഈ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താനുള്ളത് 2 ദിവസങ്ങളിലുമായിട്ടാണ്. ആ ഭൂമിയുടെ സൃഷ്ടിപ്പും സംവിധാനം ഏർപ്പെടുത്തുന്നതും അടക്കം കൂട്ടിയിട്ടാണ് അവിടെ 4 ദിവസം എന്ന് പറഞ്ഞത്. അല്ലാതെ ഭൂമിയെ 2 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു, പിന്നെ സംവിധാനങ്ങൾ 4 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നല്ല. അത് മനസ്സിലാക്കാൻ ജബ്ബാറിന് കഴിയില്ല, അല്ലെങ്കിൽ ജബ്ബാർ അതിൽ വൈരുദ്ധ്യം കണ്ടെത്തുന്നു എന്നതാണ് ജബ്ബാർ ഇങ്ങനെ വിളിച്ചു പറയാൻ ജബ്ബാറിനെ പ്രേരിപ്പിക്കുന്നത്. അത് ഖുർആൻ്റെ കുഴപ്പമല്ല, അത് ജബ്ബാറിൻ്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ആകാശത്തിൻ്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. ഫഖദാഹുന്ന സബ്അ സമാവാത്തിൻ ഫി യൗമൈനി.
രണ്ട് ഘട്ടങ്ങളിലായിട്ട് 7 ആകാശങ്ങളെയും അള്ളാഹു നിർണയിച്ചു, സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 4 2 6 ദിവസമാണ്. ഇവിടെ യഥാർത്ഥത്തിലൊരു വൈരുദ്ധ്യമില്ല. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 4 ദിവസം എടുത്തിട്ടുള്ളത് എന്നാണ് ഇവിടെ ഖുർആൻ സ്ഥാപിക്കുന്നത്. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഈ 4 ദിവസത്തിന് പകരം മൊത്തം ആകാശലോകത്തെ അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ലോകം, ഇപ്പോൾ ജബ്ബാറിന് വേണമെങ്കിൽ പറയാം ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നില്ല. ഇവിടെ ആകാശം എന്ന ഒന്ന് ഇല്ല എന്ന് പറയാന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ട് നിഷേധിച്ച് തള്ളിയിട്ട് ഈ ഭൂമിക്ക് പുറത്തുള്ള സംഗതിയെ സംബന്ധിച്ച് പറയാവുന്നൊരു പദം എന്താണെന്നുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകൾ പറയണ്ട, അത് അവർ പറയില്ല. അല്ലെങ്കിലും ആകാശം, ഈ 2 പദത്തിൻ്റെയും അർത്ഥം എന്താണ് അത് പരിശോധിച്ചാൽ അറിയാം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിഭാവന ചെയ്യുന്ന എന്തോ ഒരു സാധനം എന്നുള്ള അർത്ഥത്തിലല്ല. എന്ന് അറബിയിൽ പറഞ്ഞാൽ ഉയർന്നു നിൽക്കണമെന്നാണ്. എന്നാൽ ഭൂമിയിൽ ഭൂമിയുടെ നാനാവശങ്ങളിൽ നിന്നും മനുഷ്യൻ നോക്കിക്കാണുന്നത് അവൻ്റെ ഉപരിഭാഗത്ത് എന്തോ ഒരു സംവിധാനം ഉണ്ട് എന്നുള്ള നിലക്കാണ്. അതുകൊണ്ട് അവൻ അതിന് ആകാശം എന്ന് ഭാഷയിൽ പറയുന്നു. അതുതന്നെയാണ് അറബിയിലെ പറഞ്ഞാലും മലയാളത്തിലെ ആകാശം എന്ന് പറഞ്ഞാലും ഒക്കെ. ഇത് വച്ചിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനോട് സംവദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ പ്രയോഗിക്കുന്ന ഭാഷ അവൻ പ്രയോഗിച്ചുകൊണ്ട് അവനോട് കാര്യങ്ങൾ പറയുന്ന രീതിയാണ് ഇവിടെ ഖുർആൻ സ്വീകരിച്ചത്. അതുകൊണ്ട് ആകാശത്തെ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ലോകത്തെ മൊത്തത്തിൽ സൃഷ്ടിക്കാൻ 2 ഘട്ടങ്ങൾ എടുത്തപ്പോൾ ഭൂമിയുടെ കാര്യം സംവിധാനിക്കാൻ അവിടെ ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹത്തെയും അതുപോലെ തന്നെ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കാനും ഒക്കെ കൂടി എടുത്തിട്ടുള്ള ഈ 2 ഘട്ടവും. അപ്പോൾ ഭൂമിയുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ ഊന്നിയിട്ടുള്ളത് എന്നതുകൂടിയാണ് ഇതിലെ ഖുർആൻ ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഭൂമിയെ സംവിധാനിച്ചത് 2 ദിവസവും 2 ഘട്ടം കൊണ്ടും ഭൂമിയിലെ മറ്റു സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് 2 ഘട്ടങ്ങളിലായിട്ടും എന്നല്ല. അവിടെയാണ് ജബ്ബാറിന് പഴിച്ചിട്ടുള്ളതും ജബ്ബാർ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ ഖുർആൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നതും കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഭൂമിയിലെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഔദാര്യമാണ്. ഈ ഔദാര്യത്തെ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യൻ നന്ദികേട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവൻ അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കുകയും ഈ അള്ളാഹു സൃഷ്ടിച്ച ആകാശഭൂമികളുടെ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്നതും എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ ഈ സംഗതി പറയുന്നത്. അപ്പോൾ മനുഷ്യന് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഭൂമിയെ സംവിധാനിച്ചു. എന്നിട്ട് ആ ഭൂമിയിൽ അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ഈ ഒരുക്കിയതൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ ഔദാര്യം കൊണ്ടാണ്. ഇത് വേറെ ആരും കൊണ്ടുവന്നിട്ടുള്ളതല്ല. മനുഷ്യൻ സങ്കല്പിക്കുന്ന വ്യാജ ദൈവങ്ങൾക്ക് ഇതിലൊരു പങ്കാളിത്തമില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങൾക്കൊക്കെ അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പോലും വാദമില്ലാന്നുള്ളതാണ് വസ്തുത. അവരും പറയുന്നത് ഇത്രയേ ഉള്ളൂ: യഥാർത്ഥ ദൈവത്തിലേക്ക് എത്തേണ്ടുന്ന ഒരു പിടിവള്ളി അല്ലെങ്കിൽ ഒരു ഇടയാളൻ അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുന്ന സഹായികൾ, ഇതാണ് മുശ്രിക്കുകൾ അവർ കൊണ്ടുനടന്നിരുന്ന, അവർ സങ്കല്പിച്ചിരുന്ന അവരുടെ വ്യാജദൈവങ്ങളെപ്പോലും അവർ വെച്ചു പുലർത്തിയിരുന്ന ധാരണ എന്ന് പറയുന്നത്. ഈ ധാരണയെയാണ് ഇവിടെ ഖുർആൻ തിരുത്തുന്നത്. നിങ്ങൾ പറയുന്ന ഈ വ്യാജദൈവങ്ങൾക്കൊന്നും ഒരു പങ്കാളിത്തമില്ലാതെ അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ പൊയ്ക്കുത്തുകളൊക്കെ കാണിക്കുന്നത്, ഈ നന്ദികേട് കാണിക്കുന്നത്. അള്ളാഹുവിന് പകരം അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം മറ്റ് പലരെയും ദൈവങ്ങളായി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഇതിലൊരു പങ്കാളിത്തമില്ല. അള്ളാഹുവാണിത് സംവിധാനിച്ചത്. അത് തന്നെ
നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയുടെ സംവിധാനത്തിനാണ് അള്ളാഹു കൂടുതൽ ശ്രദ്ധ ഊന്നിയിട്ടുള്ളത്. അവിടെയാണ് ഖുർആൻ ആദ്യത്തിൽ 2 ദിവസം പറഞ്ഞു. ആ 2 ദിവസവും കൂട്ടിയിട്ട് പിന്നീട് 2 ദിവസവും കൂട്ടി രണ്ടാമത് 4 ദിവസം എന്ന് പറഞ്ഞത്. ഇതിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ഇവിടെ കണക്ക് കൂട്ടണ മാതിരി കണക്ക് കൂട്ടി പറയുന്നതാണ് യഥാർത്ഥത്തിൽ ജബ്ബാറിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഭൂമിയെ സൃഷ്ടിച്ച 2 ദിവസം 2 ഘട്ടം അതിനതിലേക്ക് ചേർത്ത് 4ഉം 2ഉം 6 എന്ന് പറയല്ല വേണ്ടത്. അപ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചതും ഭൂമിയിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതടക്കം അത് 4 ഘട്ടമാണ്. പിന്നെ ആകാശവുമായി ബന്ധപ്പെട്ട് 2 ഘട്ടവും, അങ്ങനെയാണ് 6 ഘട്ടം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ 6 ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ മറ്റു വശങ്ങളുമായിട്ട് ഇതിന് യാതൊരു വൈരുദ്ധ്യവും ഇല്ല എന്നുള്ളതാണ്. ഇനി ജബ്ബാർ പറയുന്ന രീതിയിൽ മറ്റൊരു നിനക്ക് നമ്മൾ ചിന്തിച്ച് നോക്കാം. അവിടെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമൊന്നുമില്ല. കാരണം ഭൂമിയെ അള്ളാഹു 2 ഘട്ടങ്ങളിലായിട്ട് സൃഷ്ടിച്ചു. എന്നാണ് ഭൂമി ആധുനിക ശാസ്ത്രം പറഞ്ഞ അനുസരിച്ച് ഭൂമി ഒരു അതിൻ്റെ ആദ്യ അത് ഉത്ഭവിച്ചു വരുന്ന ആ ഘട്ടങ്ങളിലുണ്ടായിരുന്ന പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി അത് തണുത്ത് ഭൂമി ഇന്നത്തെ രീതിയിലുള്ള ഒരു ഭൂമിയായിട്ട് മാറാൻ 2 ദിവസവും 2 ഘട്ടം എടുത്തു നോക്കാം. പിന്നെ 4 ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ 4 ഘട്ടം എന്ന് പറയുന്നത് ഭൂമിയിൽ ഈ സംവിധാനം ഏർപ്പെടുത്താൻ സ്വീകരിച്ചിട്ടുള്ള 4 ഘട്ടം. അത് സൃഷ്ടിപ്പുമായിട്ട് യഥാർത്ഥത്തിൽ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടല്ലാന്ന് വരും. അപ്പോൾ ജബ്ബാർ പറയുന്ന ഈ 4ഉം 6ഉം മറ്റേ 2ഉം ഇത് യഥാർത്ഥത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള സംഗതി എന്താണ്? ഭൂമിയുടെ ഈ ഭൂമിയായി സംവിധാനിക്കുക എന്നുള്ളതിന് 2 ഘട്ടമാണ് എടുത്തത്. ആകാശത്തെ ആകാശമായിട്ട് സംവിധാനിക്കാൻ 2 ഘട്ടമാണ് എടുത്തിട്ടുള്ളത്. ഭൂമിയെയും ആ ഭൂമിയിലുള്ള സംവിധാനങ്ങൾ മനുഷ്യന് അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ, അവിടെ വെള്ളം വേണ്ടതുണ്ട്, അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ വേണ്ടതുണ്ട്, അവർക്ക് താമസിക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവേണ്ടതുണ്ട്, അവിടെ കാറ്റ്, തണുപ്പ്, വെളിച്ചം, ഇരുട്ട് തുടങ്ങിയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവണം. ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് 4 ഘട്ടം. അപ്പോൾ ഭൂമിയുടെ മൊത്തത്തിലുള്ള സംവിധാനത്തെപ്പറ്റി 4ഉം ആകാശത്തിൻ്റെ സംവിധാനത്തിന് 2ഉം എന്ന് പറയുമ്പോൾ 6 എന്നേ അവിടെ വരുള്ളൂ. ഈ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഭൂമി ആകാശവും സൃഷ്ടിച്ചത് എന്ന് മൊത്തത്തിൽ പറഞ്ഞ സംഗതിയെ ഖുർആൻ ഇവിടെ ഒന്ന് വിശദീകരിച്ചു. അത് മനസ്സിലാക്കാൻ ജബ്ബാറിന് കഴിയാതെ പോയി, അല്ലെങ്കിൽ ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് കഴിയാതെ പോയി. അവരതിനെ ആ 4ഉം 2ഉം എന്ന് കൂട്ടിയിട്ട് 6, പിന്നെ 2 ആകാശത്തിൻ്റെ അതും എന്ന് കൂട്ടിയിട്ട് 8 എന്ന് തീരുമാനിക്കുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ 8 ദിവസമല്ല. ഖുർആൻ എല്ലായിടത്തും പറഞ്ഞ മൊത്തം പൊതുവിൽ പറഞ്ഞിട്ടുള്ള 6 ഘട്ടം തന്നെയാണ് ഇവിടെയും ഉള്ളത് എന്ന് ഏതൊരു സാമാന്യ ബുദ്ധിക്കും, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു സാമാന്യ ബുദ്ധിക്കും മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഇവിടെ വിശുദ്ധ ഖുർആൻ അവതരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിലെ അറബികൾക്ക് ഇത് തിരിയാതെ പോയെന്ന് കൂടിയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ പറയാൻ ശ്രമിക്കുന്നത്. ആ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആരും തന്നെ ഖുർആനിൽ ഇങ്ങനെ 2 വൈരുദ്ധ്യമല്ലേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോടോ ആരോടെങ്കിലോ ചോദിച്ചിട്ടില്ല. ഈ 2 പരാമർശവും ഖുർആനിൽ വരുന്നത് മക്കാഘട്ടത്തിലാണ്. 6 ദിവസം 6 ഘട്ടങ്ങൾ എന്ന് പറയുന്നതും സൂറത്ത് ഫുസ്സിലയിൽ പറഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള വിശദീകരണം വരുന്നതൊക്കെ മക്കാഘട്ടത്തിലാണ്. അപ്പോൾ മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ് യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളത്. അവർക്കങ്ങനെ ചോദ്യം ചോദിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി എന്തായി പറഞ്ഞിട്ടുള്ളതെന്ന്. ഭാഷ അറിയാത്ത ജബ്ബാറിനെ പോലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവില്ലെങ്കിൽ അത് ആരുടെ കുറ്റാണ്? ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ജബ്ബാർ എന്നെ പറഞ്ഞതനുസരിച്ച് അറബി ഭാഷയിൽ മൂപ്പര് 50 മാർക്കിന് തോറ്റ ആളാണ്. എന്നിട്ട് ആ ജബ്ബാറാണ് അറബി ഭാഷയിലെ ഈ പ്രയോഗങ്ങൾ വെച്ചിട്ട് ഖുർആനെ വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മൂപ്പര് എന്തോ വലിയൊരു കണ്ടുപിടുത്തം നടത്തിയ മാതിരിയാണ്.
ഉള്ള പരാമർശമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പണ്ട് 4 മണിക്കൂർ എടുത്തിട്ട് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ മേനി നടിച്ചിട്ട് ആളുകളുടെ ഇടയിൽ വലിയ ആളായി ചമയാനുള്ള തള്ളൽ എന്നതിൽ കവിഞ്ഞ് ജബ്ബാറിൻ്റെ ഈ പരാമർശങ്ങളിലൊന്നും ഒരു വസ്തുതയില്ല, ഖുർആനിൽ അങ്ങനെ ഒരു വൈരുദ്ധ്യവുമില്ല, വൈരുദ്ധ്യമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ജബ്ബാറിൻ്റെ വാക്കുകളിലാണ് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.